ബദർ യുദ്ധത്തിൽ നമുക്ക് വിജയം ഉണ്ടായ യുദ്ധമാണ്. 70ഓളം പേര്. ബദറിൽ പോയ വണ്ടി തിരിച്ചു വന്നേരം പോകുന്നുണ്ടോ? നമ്പായിട്ട് അങ്ങനെ എനിക്കറിയില്ല, മറ്റേ പോലുണ്ട്. അപ്പൊ ബദർ യുദ്ധത്തിൽ നമുക്ക് 70ഓളം പേരെ വധിക്കുകയും ഗനീമത്ത് മുതലുകളൊക്കെ യഥേഷ്ടം ലഭിക്കുകയൊക്കെ ചെയ്തൊരു യുദ്ധമാണ് ബദർ യുദ്ധം. അപ്പൊ ബദറിന്റെ ഒരു പ്രതികാരത്തിന് വേണ്ടിയിട്ട് മക്കാര് ഒരു വർഷത്തോളാണ് കത്തിരുന്നത്. അങ്ങനെ ഹിജ്റ 3-ാം വർഷം ഷവ്വാൽ 14-നാണ് ഉഹദ് എന്ന് പറയുന്ന യുദ്ധം ഉണ്ടാക്കുന്നത്. ആ യുദ്ധത്തിലേക്ക് ശത്രുക്കൾ 3000-ഓളം വരുന്ന ശത്രുക്കളാണ് യുദ്ധത്തിലേക്ക് വരുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടുകയാണ്. അപ്പോൾ നിബിധങ്ങൾക്ക് വിവരം കിട്ടുകയും അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിലേക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ നമ്മൾ 700 സ്വഹാബികളാണ് ഉണ്ടായിട്ടുള്ളത്. അവര് 3000. ശത്രുപാളയത്തിൽ ഉണ്ടായിരുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാൻ ഉഹദിലും ഖന്തക്കിലും ഒക്കെ മുസ്ലിങ്ങൾക്കെതിരെ പട നയിച്ച വ്യക്തിയാട്ടോ. പിന്നീട് സ്വഹാബിയാണ്. മക്ക ഫതയോടനുബന്ധിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്, ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്നത്. അതേപോലെ ശത്രുപാളയത്തിൽ 2 യുദ്ധ കമാൻഡർമാരൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് വാപ്പനെ കൊന്ന പ്രതികാരത്തിന് വേണ്ടിയിട്ട് അബൂജാലിന്റെ മകനില്ലേ, ഇക്രിമത്ത് അബൂജാലൊക്കെ ശത്രുപാളയത്തിലാണ്. അതേപോലെ മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, കേട്ടിട്ടില്ലേ, ഇസ്ലാമിന്റെ പടവാൾ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് അവരെ കുറിച്ചാണ്. അവർ ശത്രുപാളയത്തിലെ. അതേപോലെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുമെന്നൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് അതിനു വേണ്ടിയിട്ട് വഖ്ഷ് എന്ന് പറയുന്ന അടിമയൊക്കെ നിയോഗിച്ചതൊക്കെ ഇതിന്റെ ഘടകത്തിലാണ്. അങ്ങനെ സ്ത്രീകളൊക്കെ അടങ്ങുന്ന 3000-ഓളം പേരാണ്. നമ്മൾ വെറും 700 പേരാണ്. അതിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന 50ഓളം അമ്പെയ്ത്ത് വിദഗ്ധന്മാരായ സ്വഹാബികളെ മലയുടെ മുകളിൽ നിർത്തി എന്നൊക്കെ പറഞ്ഞില്ല ഉസ്താദ്. മലയുടെ മുകളിൽ നിന്ന് ചെയ്യാൻ പാടില്ല, ഇറങ്ങരുത്. പ്രത്യേകിച്ചും ഗനീമത്ത് യുദ്ധം മുതലില്ലേ, വാളുകള്, ഒട്ടകങ്ങള്, കുതിരകള്, ഇതൊക്കെ ഗനീമത്താണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല. മലയുടെ മുകളിൽ തന്നെ എന്ത് ചെയ്യണം, നിലയുറപ്പിക്കണമെന്ന് നബിതങ്ങൾ വസിയത്ത് ചെയ്യും. നബിതങ്ങൾ പറയുന്നുണ്ട് കർക്കശമായിട്ടാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലിയൊരു പക്ഷി വന്നിട്ട് അള്ളാഹിന്റെ റസൂലായ എന്നെ റാഞ്ചി കൊണ്ടുപോവുകയാണ് എന്ന് കരുതുക, സങ്കല്പിക്കുക. ആ സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അള്ളാഹിന്റെ റസൂലിനെ തന്നെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങൂലേ. അങ്ങനെ വന്നാൽ പോലും ഞാൻ പറയാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഇറങ്ങിയതാണ് യുദ്ധത്തിൽ നിന്നുണ്ടാക്കുന്നത് നമുക്ക് ചെറിയൊരു വീഴ്ച സംഭവിക്കുന്നത്. യുദ്ധത്തില് നബിതങ്ങളെ പറഞ്ഞതുപോലെ ആദ്യത്തിൽ എന്ത് ചെയ്തു, മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ എന്തുണ്ടായി, നമുക്ക് വിജയം ഉണ്ടാകുകയൊക്കെ ചെയ്തു. അപ്പോൾ മുതലിന് വേണ്ടി താഴെ ഇറങ്ങിയ സമയത്ത് ബേക്ക് ഭാഗത്ത് കൂടിയ സൈന്യം മുൻഭാഗത്തേക്ക് കടന്നു വരികയാണ്. നബിതങ്ങളെ കാണുകയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ വിളിച്ചു പറയുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അതൊന്നും ആരും എന്ത് ചെയ്തില്ല, ഗൗനിച്ചില്ല. അതിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലൊക്കെ ഉണ്ടാകുന്നത് മുറിവുകളൊക്കെ പറ്റുന്നത്, മുമ്പല് പൊട്ടിയത്, കാലിന് മുട്ടിന് പരിക്ക് പറ്റിയത്, കവളുത്തടത്തിലെ കമ്പുകളൊക്കെ തെറിച്ചതൊക്കെ ഇതിലാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്ന് പോലും ശത്രുക്കൾ എന്ത് ചെയ്തു, പ്രചരിച്ചു എന്നുള്ള. പിന്നീടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നതൊക്കെ അറിയുകയും ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പരിക്കുകളോടെ, ആ മുറിവുകളോടെ അല്ലാഹുവിന്റെ റസൂൽ ഇവിടേക്കാണ് വരുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിയിലൊക്കെ മുറിവുണ്ട്. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയല്ലേ, ഉഹദ് മലയാണത്. അപ്പോൾ ഉഹദ് മലയുടെ ഒരു ഭാഗത്ത് നബിയുടെ നെറ്റി ഇങ്ങനെ കുത്തുകയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചുരുങ്ങിയിരുന്ന് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരുന്ന സമയത്ത് സ്വഹാബികൾ എടുത്തിട്ട് നബിതങ്ങൾ എന്ത് ചെയ്തു, പെട്ടെന്നൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതിലേക്ക് ഇരുത്തുകയും പുറത്തുനിന്ന് എന്ത് ചെയ്യാണ്, സ്വഹാബികൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുക. തായ്പാകാണ്. ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ, ഇത് എന്ന് പറയുന്ന യുദ്ധമല്ല, നബിതങ്ങൾ പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങളും മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തത് ആരെയാണ്, അള്ളാഹിന്റെ റസൂലിനെ തന്നെയാണ്, അല്ലേ? അപ്പോൾ ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ എന്തല്ല, ഒരു സുരക്ഷിതല്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നബിതങ്ങൾ പിന്നീട് കയറിയത് മലയുടെ മുകളിലേക്കാണ്. അപ്പം നബിതങ്ങളെ കയറാൻ വേണ്ടിയിട്ട് തങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കൂടെ ഉണ്ടായിരുന്ന കാൽമുട്ട് നിലത്ത് കുത്തിയിട്ട് ചെസ്റ്റ് കാണിച്ചു കൊടുക്കുകയും ആ ചെസ്റ്റ് ചവിട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നബിതങ്ങൾ മുകളിലേക്ക് കയറുകയും ആ സമയത്താണ് നബിതങ്ങൾ പറയുന്നത് ത്വലഹ, നിനക്കെന്തുണ്ട്, സ്വർഗുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യുന്നതൊക്കെ ആ സമയത്താണ്. സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 പേരില്ലേ, അശറ മുബശ്ശികളിൽപ്പെട്ട ഒരാളാണ് ആര്,
ഗുഹയിൽ ആരുമില്ല, പോയി കയറിക്കോളി. അവിടെ ഉള്ളോട്ടല്ല, അങ്ങനെ കേറുന്ന സ്ഥലത്ത് കിടക്കണം. ചെരുപ്പൂരൊക്കെ അല്ലേ അവിടെ? ആ, ചെറുപ്പൂരിന കഥമാണ്.